The nth term of an arithmetic sequence is 4n plus 1. ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 4n plus 1 ആണ്. Write the common difference of the sequence. ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക. Write the first term of the sequence. ശ്രേണിയുടെ ഒന്നാം പദം എന്ത്? What is the remainder obtained when the terms of this sequence is divided by 4? ഈ ശ്രേണിയുടെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് nth term of an arithmetic sequence ആണ്. nth term equal to 4n plus 1. നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? nth term equal to dn plus f minus d. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ എടുക്കാം. nth term equal to dn plus f minus d. ഓക്കെ, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസുകൾ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ 4n സ്ഥാനത്ത് ഇവിടെ എന്താണ്? dn, അതായത് d അഥവാ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. f മൈനസ് d, f എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. f മൈനസ് d എത്ര വരുന്നത്? 1. f മൈനസ് d ഈക്വൽ ടു 1. f നമുക്ക് അറിയാത്തത് കൊണ്ട് അങ്ങനെ എഴുതി. മൈനസ് d എന്താണ്? 4 ആണ്, ഈക്വൽ ടു 1. അതായത് f അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് 4. മൈനസ് 4 ഈക്വൽ ടു അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 4. അപ്പൊ 1 പ്ലസ് 4 ഈക്വൽ ടു 5, അഥവാ ആദ്യ പദം 5 ആണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? d ഈക്വൽ ടു 4. റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്, അതായത് ഒന്നാം പദം എത്രയാണ്? f ഈക്വൽ ടു 5. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ obtained when the terms of this sequence is divided by 4? ഈ ശ്രേണിയുടെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത്? ഇത് എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? All terms of a sequence have equal remainder when the terms are divided by the common difference. അതായത് ഒരു ശ്രേണിയുടെ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അഥവാ അതായത് എല്ലാം ഒരേപോലെയുള്ള ശിഷ്ടമായിരിക്കും കിട്ടുക. ഇവിടെ ഫസ്റ്റ് ടേം അഥവാ ഈ സീക്വൻസിന്റെ ആദ്യ പദം എത്രയാണ്? 5 ആണ്. അപ്പോൾ ആദ്യ പദത്തെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 5ൽ എത്ര 4 ഉണ്ട്? 1 × 4 4. 5ൽ നിന്ന് 4 പോയാൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 1. അതായത് ഈ സീക്വൻസിലെ ഏതൊരു പദത്തെയും 4 കൊണ്ട്, അതായത് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. റിമൈൻഡർ ഈക്വൽ ടു 1 എന്നത്.